ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ 78ാം ചരമവാർഷിക ദിനമാണിന്ന്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോക സമാധാന ദിനവും. ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിലും ക്രിസ്തുവിനെ ഒത്തിരിയേറെ സ്നേഹിച്ച് ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ച മനോഹരമായ വ്യക്തിത്വം. യേശുവിൻ്റെ ഗൃഹപ്രഭാഷണത്തിലെ അഷ്ടഭാഗ്യങ്ങൾ മേശപ്പുറത്ത് എഴുതി സൂക്ഷിച്ച് അതെന്നും വായിച്ച് അതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം ജീവിച്ചു. സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് തന്നെ ട്രെയിനിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ സായിപ്പിനോട് ഹൃദയപൂർവ്വം അദ്ദേഹം ക്ഷമിച്ചു. ഭാരതത്തിൽ അഹിംസാവാദവുമായി നിസ്സഹകരണ പ്രസ്ഥാനത്തോടെ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചു. ഇന്ത്യയിലെ എല്ലാവർക്കും വസ്ത്രം ധരിക്കാൻ സാധിക്കുമ്പോഴേ താനും മുഴുവൻ വസ്ത്രം ധരിക്കുമെന്ന ശാഠ്യത്തോടെ മേൽവസ്ത്രം വേണ്ടെന്ന് വെച്ച ധീരമായ തീരുമാനത്തോടെ ജീവിച്ച ഒരു മനുഷ്യസ്നേഹി. സന്യാസികൾക്ക് ദാരിദ്ര്യത്തിൻ്റെ വ്രതത്തിൻ്റെ ഒരു പ്രചോദനം കൂടിയാണ് മഹാത്മാഗാന്ധിജി. ബ്രിട്ടീഷുകാർ സുഹൃത്തുക്കളായി ഇന്ത്യയിൽ നിന്ന് പിരിയണമെന്ന് ആഗ്രഹിച്ച വ്യക്തി. അദ്ദേഹം പറയുമായിരുന്നു, ക്രിസ്തുവിനെ ഒത്തിരി ഇഷ്ടമാണെങ്കിലും ക്രിസ്ത്യാനികളെ അദ്ദേഹം വെറുത്തിരുന്നു. കാരണം ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ വചനം ഉൾക്കൊണ്ട് യേശുവിനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ.